ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന 4 നല്ല ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് ഗോതമ്പ് നുറുക്കൊന്ന് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നല്ല പോലെ തന്നെ കുതിർത്ത് വെക്കുക കേട്ടോ. ഇനി സമയമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർത്തി എടുത്താൽ മതി. ഇതിലേക്ക് ഒരു 2 ഏലക്കയും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിന് ശേഷം ഒരു അരിപ്പയിൽ ഇട്ടിട്ടൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ ആ തവിടൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്തിട്ട് അരക്കണ്ട, കുറഞ്ഞ വെള്ളത്തിലൊന്ന് അരച്ചെടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലിൽ തന്നെ ഇത് അരച്ചെടുക്കുകയും ചെയ്യാം. ഞാനിവിടെ വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 3 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഈ തേങ്ങാപ്പാലിന് പകരം നിങ്ങൾക്ക് കുറച്ച് തേങ്ങാപ്പാലും കുറച്ച് പശുപാലും മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 2 കപ്പ് ശർക്കര പാനിയും കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 200 ഗ്രാം ശർക്കര ഒന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് ഉരുക്കി പാനിയാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ല വെല്ലം ശർക്കര ആയതുകൊണ്ട് തന്നെ കളർ കുറവാണ് കേട്ടോ. അപ്പോൾ നല്ല ശർക്കരയാണെങ്കിൽ നല്ല കളർ ഉണ്ടാവും. ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ ഗോതമ്പിൻ്റെ ആ ഒരു പാലുള്ളത് കാരണം തന്നെ അടിക്ക് പിടിക്കും. അതുകൊണ്ട് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുത്താൽ മതി. ഇനി ഒരുപാട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുടിക്കാനുള്ള ആ ഒരു പാകത്തിന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്താൽ മതി. ഇനി ഓവറായിട്ട് കുറുകി വരുന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസാക്കി എടുക്കാം. കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമുക്ക് ലൂസാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ തേങ്ങാപ്പാൽ തന്നെ ചെയ്യട്ടോ. പശുപാലിൽ ചെയ്യേക്കാളും ടേസ്റ്റ് തേങ്ങാപ്പാലിൽ ചെയ്യുമ്പോഴാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ തിളപ്പിച്ചിട്ട് ഞാൻ കുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കൈയെടുക്കാണ്ട് നമ്മൾ ഇളക്കിയിട്ട് തന്നെ കാച്ചിയെടുക്കുക കേട്ടോ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പാകത്തിന് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് തണുത്ത വരുന്ന ഒരു സമയത്ത് കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും. അതുകൊണ്ട് തന്നെ ഒരുപാട് കട്ടിയാക്കാണ്ട് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഒന്ന് വറുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ചവ്വരി വേവിച്ചിട്ടോ സേമിയ വേവിച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. എന്തെങ്കിലും കടിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കുടിക്കാനും നല്ല ടേസ്റ്റാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. ആദ്യം തന്നെ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് ഞാൻ 1 ക്യാരറ്റ് വേവിച്ചത് കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് വേവിച്ചെടുക്കുന്ന സമയത്ത് പഞ്ചസാര, ഉപ്പ് ഒന്നും ചേർക്കണ്ട കേട്ടോ. വെറുതെ വെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഏലക്ക തൊലി കളഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. തൊലിയോട് കൂടി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അതിൻ്റെ ആ കുരു മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് തണുത്ത പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ഗ്ലാസ് പാൽ മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ക്യാരറ്റിൻ്റെ അളവ് കൂട്ടുകയാണെങ്കിൽ ബാക്കിയുള്ള ചേരുവയുടെ അളവൊക്കെ നിങ്ങൾ കൂട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗ്ലാസ് നിറച്ചിട്ട് ഒഴിക്കരുത് കേട്ടോ. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരിയും കൂടെ ചേർക്കാനുണ്ട്. ചവ്വരി എന്ന് പറഞ്ഞാൽ സാഗോ സീഡ്സ് ആണ്. അത് ഞാനിവിടെ വെള്ളത്തിലിട്ടിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാലിൽ വേവിച്ചെടുക്കാം. കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഇളക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നിങ്ങൾക്കൊരു വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പായസത്തിനൊക്കെ പകരമായിട്ടും സെർവ് ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുടിക്കാനും അതിൻ്റെ കൂടെ ചെറുതായിട്ട് കഴിക്കാനും കൂടെ കിട്ടും നമുക്ക് ഈ ഒരു ഡ്രിങ്ക് കേട്ടോ. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതിൻ്റെ കുറച്ച് നട്ട്സൊക്കെ വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പം ഞാനിവിടെ അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണോ, ബദാമോ, പിസ്ത എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 ചെറിയും കൂടെ വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള ചെറിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഈസി ആയിട്ടുള്ള 2 ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ അത് കുടിക്കാനായിട്ട്. ഇതിന് നമുക്ക് ഫ്രൂട്ട്സുകളോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറോ ഒന്നും ആവശ്യമില്ല. അടുപ്പത്ത് നമുക്ക് കുറുക്കിയെടുക്കുക അങ്ങനത്തെ ഒന്നും ടൈം ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെ നോക്കിയാലോ. ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കസ്കസോ ബേസിൽ സീഡ്സോ സബ്ജ സീഡ്സോ എന്തായാലും കുഴപ്പമില്ല. അത് ആവശ്യത്തിന്
ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് റൂഹാഫ്സ ആണ് കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ പാകിസ്ഥാൻ പ്രൊഡക്റ്റാണിത്. നോർത്ത് ഇന്ത്യൻസും പാകിസ്ഥാനീസും ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇതൊരു 2 ടേബിൾ സ്പൂണോളം ഓരോ ഗ്ലാസ്സിലേക്കും ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്ലേവർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ വരെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് സിറപ്പ് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് നാട്ടിലാണെങ്കിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട്, അധികം വിലയൊന്നുമില്ല. ഇത് ഒഴിച്ചതിന് ശേഷം നമ്മൾ തണുത്ത പാലാണ് ഒഴിക്കുന്നത്. ഓരോ ഗ്ലാസ് പാലൊഴിക്കുക. പാലൊഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല, ഇതിൽ തന്നെ മധുരമുണ്ട്. ഈ സിറപ്പ് തന്നെ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ പഞ്ചസാരയുടെ ആവശ്യം വരുന്നില്ല. ഇനി നല്ല പോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഏതെങ്കിലും ഫ്രൂട്ട്സിൻ്റെ ജെല്ലിയൊക്കെ വേണമെന്നുണ്ടെങ്കിലൊക്കെ ചേർക്കാം കേട്ടോ, നമുക്ക് കൂടുതൽ ടേസ്റ്റി ആക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോസ് മിൽക്കാണ്. ഇനി നമുക്ക് വേറൊരു ഗ്ലാസ്സിലേക്ക് ഇതുപോലെ തന്നെ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങയുടെ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതിൽ നമ്മൾ മിൽക്ക് ചേർക്കാതെയാണ് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നാരങ്ങയുടെ ആ ഒരു ഫ്ലേവറിലാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് റൂഹാഫ്സ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു ഗ്ലാസ്സിലേക്ക്. അപ്പോൾ മധുരം ഇത്രയും ഫ്ലേവറും ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഇനി തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ലെമണിൻ്റെ ഫ്ലേവറാണ്. അപ്പോൾ ഇതും ഒരു പ്രത്യേക ടേസ്റ്റാണ്. മിൽക്ക് ചേർത്തതാണെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് കുടിക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് തണുപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള 2 ഡ്രിങ്ക്സാണ് കേട്ടോ. ഇത് അവർക്കൊക്കെ നോമ്പിനൊക്കെ പ്രധാനമായിട്ട് കുടിക്കുന്ന ഒന്നാണ്. പാകിസ്ഥാനീസും നോർത്ത് ഇന്ത്യൻസും നല്ലോണം യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റൂഹാഫ്സ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റോസ് സിറപ്പ് വെച്ചിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, കിട്ടുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഇത് തണുപ്പിച്ചിട്ട് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ക്യാരമൽ ചെയ്തെടുക്കണം. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര പെട്ടെന്ന് തന്നെ കരിയൂട്ടുക. കരിയാണ്ട് തന്നെ നമുക്കിതൊന്ന് ക്യാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പഞ്ചസാര മുഴുവനായിട്ട് തരിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് അലിഞ്ഞു വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ പഞ്ചസാര കരിയാണ്ട് തന്നെ ക്യാരമൽ ചെയ്യാം കേട്ടോ. കരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കയ്പ്പ് ടേസ്റ്റ് ആവും. പഞ്ചസാരയൊക്കെ നല്ല പോലെ തന്നെ ആയിട്ടുണ്ട്. പഞ്ചസാര നല്ല പോലെ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടറും കൂടെ ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ബട്ടർ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. തീ കൂട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പഞ്ചസാര കരിയും. നല്ല പോലെ ബട്ടറൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചൂടുള്ള പാല് കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ തണുത്ത പാൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ ആ ഒരു ക്യാരമൽ ചെയ്തിട്ടുള്ളത് കട്ടയായിട്ട് പോവും. അതുകൊണ്ട് തന്നെ ചൂടുള്ള പാല് കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ പാൽ ഒഴിക്കുന്ന സമയത്ത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒന്നിച്ച് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തിളച്ചിട്ട് മേൽക്കൊക്കെ ആയിപ്പോവും. അതുകൊണ്ട് തന്നെ കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ല പോലെ ഒന്ന് മിക്സായി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. തീ ഓഫ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ പതഞ്ഞ് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കുക, ഇല്ലെങ്കിൽ പുറത്ത് വെച്ചിട്ട് തണുപ്പിക്കുക ചെയ്താൽ മതി. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മളിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല പോലെ തണുത്താൽ ഇതുപോലെ കട്ടിയായിട്ടാവും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ തണുത്തിട്ട് തന്നെ ശരിയായിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ആപ്പിളൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ ആപ്പിൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആപ്പിൾ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒരു ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/4 കപ്പ് നമ്മുടെ ബദാം പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഒരു 1/4 കപ്പ് പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ബദാം പൊടിച്ച് ചേർക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുതിർത്തിട്ട് ചേർത്താലും മതി. ഇതിലേക്കൊരു കുറച്ച് ഒരു 2 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ല പോലെ തന്നെ നമ്മുടെ
ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ബദാം പൊടിച്ച് ചേർത്തുകൊണ്ട് തന്നെ തരിയൊന്നും ഉണ്ടാവില്ല. ഇനി നല്ല ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിതിൽ കുറച്ച് കസ്കസും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ കസ്കസ് ഞാൻ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കസ്കസോ സബ്ജ സീഡ്സോ അല്ലെങ്കിൽ ചിയ സീഡ്സോ ഏത് ആയാലും കുഴപ്പമില്ല. ഇതൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ ചവ്വരി വേവിച്ചിട്ട് ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് നല്ലപോലെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഐസ് ക്യൂബ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. തണുപ്പ് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ്. നല്ലൊരു എന്താ പറയുക, നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നൊരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.